ഹായ് ഗൈസ്, വെൽക്കം ടു SNP വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഫിഷിങ്ങിന് കേട്ടോ. അതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിഷിംഗ് ആണ്, വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെതറും കണ്ടീഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിന്ന് തുടങ്ങല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാട്ടോ യൂസ് ചെയ്യണത്. അതായത് നമ്മുടെ ജിഗ് ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ അറിയുന്ന ഒരു സാധനമാണ് ജിഗ് ഹെഡ് എന്ന് പറഞ്ഞ സാധനം. ഒരു ഹുക്കിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു ഈയക്കട്ട ഉണ്ടാവും. അത് നമുക്ക് റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫിഷിങ് ചെയ്യാൻ പോണത്. ഒന്നുമില്ല, നമ്മുടെ ലൈൻമേ അത് ജിഗ് ഹെഡ് കെട്ടിയിടുക. അത് കെട്ടിയതിന് ശേഷം അതിൽ നമ്മൾ ബൈറ്റ് കൊളുത്തിട്ടാൽ മതി. ആക്ച്വലി ഈ ജിഗ് ഹെഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ സ്വിം ബൈറ്റ്സിനും പിന്നെ അതേപോലെ തന്നെ ഷാഡിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും. നമുക്ക് ചെറിയൊരു ബൈറ്റ് കൊളുത്തിട്ടിട്ട് നമുക്ക് ബോട്ടം ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ കല്ലുള്ള ഏരിയകളിലൊക്കെ ആകുമ്പോൾ ഇത് ഇത്രയും കൂടി എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. കാരണം നമ്മളിവിടെ ഹൈലോ റിഗോ അല്ലെങ്കിൽ തന്നെ ഫിഷ് ഫൈൻഡർ റിഗോ ഒന്നും യൂസ് ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലിനിടയിൽ കുടുങ്ങി പൊട്ടിപ്പോവുള്ളൂ. അപ്പോൾ ഈ ഒരു ജിഗ് ഹെഡ് കൊണ്ട് നമ്മൾ ഫിഷിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലും കല്ലിനിടയിൽ കുടുങ്ങിയിട്ടുള്ള സ്നാക്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡ് കേട്ടോ ഈ ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇതിൽ നമുക്ക് ചറപറാന്ന് മീനടിക്കും. അത് മീനടിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള കാരണം നമ്മൾ എന്താ പറയുക, ആ ഫിഷിൻ്റെ ആക്ടിവിറ്റി ഉള്ള സമയത്താണ് നമ്മൾ പോകേണ്ടത്. അതായത് ആക്ടിവിറ്റിയുടെ സമയം നോക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഫിഷ് ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഫിഷ് ആംഗ്ലർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫിഷിങ്ങിൻ്റെ ടൈമിങ്, അതേപോലെ തന്നെ വെതർ കണ്ടീഷൻസ്, നമ്മുടെ ഹൈ ടൈഡ് ആണോ ലോ ടൈഡ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ്, പിന്നെ അതേപോലെ തന്നെ ബാരോമിക് പ്രഷർ, പിന്നെ വിൻഡിൻ്റെ ദിശ, അതായത് കാറ്റടിക്കുന്ന ദിശ, ഈ കാര്യങ്ങളൊക്കെ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. വാക്സിങ്, വെയിനിങ് എല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ A to Z നമുക്ക് ഫിഷിങ്ങിന് പോകേണ്ട ഒരാൾ അറിഞ്ഞിരിക്കേണ്ട A to Z എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ട്. അപ്പോൾ ഞാനത് അതുപോലത്തെ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് രാവിലെ ഇപ്പോൾ എൻ്റെ ഓഫ് ഡേയുടെയൊക്കെ എന്താണെങ്കിൽ എനിക്ക് രാവിലെ ആ ആപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റും ഏത് സമയത്താണ് കൂടുതൽ ഫിഷ് ആക്ടിവിറ്റി കാണിക്കുന്നത്, മൈനർ ടൈമിങ് ഏതാണ്, മേജർ ടൈമിങ് ഏതാണ് എന്നൊക്കെ എനിക്കറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ തുടരെ മീൻ കിട്ടണതും. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, വെറുതെ ഒരു ചൂണ്ടെടുത്തിട്ടോ റോഡ് റീലെടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു പോൾ റോഡ് എടുത്തിട്ടോ ഇറങ്ങിയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിട്ട് കടലിൽ നിന്ന് മീൻ പിടിക്കാനൊന്നും അങ്ങനെ പറ്റില്ല. നമ്മൾ ഫിഷിൻ്റെ ആക്ടിവിറ്റി നോക്കണം. പിന്നെ ബോട്ടം ഫിഷിങ്ങിനാണെങ്കിൽ ഓരോ മീനുകൾ ഏതൊക്കെ ടൈമിൽ വന്ന് തീറ്റ എടുക്കുന്ന സമയം ഏതാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ചില മീനുകൾ വെളുപ്പിന് വന്ന് മീനെടുക്കുന്നുണ്ടാവും. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വന്ന് ഫീഡ് എടുക്കുന്ന മീനുകളുണ്ടാവും. ചിലതാണെങ്കിൽ നട്ടുച്ചയ്ക്കും വന്ന് ഫീഡ് എടുക്കുന്ന മീനുകളുണ്ടാവും. ചിലർ ടോപ്പ് വാട്ടറിൽ വന്ന് ഫീഡ് എടുക്കുന്നവരുണ്ടാവും. ചിലത് ബോട്ടത്തിൽ ഇരുന്ന് ഫീഡ് എടുക്കുന്നവരുണ്ടാവും. ചിലർ മിഡ് റേഞ്ചിൽ ഫീഡിങ് എടുക്കുന്നവരുണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള മീനുകളുണ്ട്. അപ്പം നമ്മൾ ഈ ഫിഷിങ്ങിന് വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ് ഈ ഫിഷിൻ്റെ സ്വഭാവം. അതായത് മീൻ എവിടെ നിന്ന് ഫീഡ് എടുക്കുന്നു, എങ്ങനെ ഫീഡ് എടുക്കുന്നു, ഏതൊക്കെ ടൈമിങ്ങിൽ ഫീഡ് എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ബിഗിനേഴ്സിന് വേണ്ടി പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ബിഗിനറാണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്താ പറയുക, ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ഓടിച്ചെന്നിട്ട് വലിയ മീനെ പിടിക്കാൻ ടാർഗറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ വലിയ മീനൊക്കെ പിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. ഷാലോ വാട്ടർ കണ്ടീഷനിലാണ് വലിയ മീനുകളൊക്കെ ആക്ടിവിറ്റി ഇത്തിരി കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ കടലിൽ മീൻ പിടിക്കാൻ പോകാനായിട്ട്. നമ്മുടെ വാട്ടർ കണ്ടീഷനും അവിടുത്തെ ഡെപ്ത് എത്രയുണ്ടെന്ന് ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു
ചെറിയൊരു അവയർനെസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഫിഷിങ്ങിന് പോകുമ്പോൾ. പിന്നെ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിഷിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തവർക്കറിയാം ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഒരു ആക്ടിവിറ്റി വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ എല്ലാവരും ജോലിയിലൊക്കെ ഒരുപാട് തിരക്കുള്ളവരായിരിക്കും. ഇപ്പോൾ ഞാനാണെങ്കിലും ശരി, നിങ്ങളാണെങ്കിലും ശരി, ജോലിയിലൊക്കെ ഒരുപാട് തിരക്കുകളുണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മുടെ തിരക്കിനിടയിലും നമുക്ക് ഇതിനുള്ള നമ്മുടെ ഹാപ്പിനെസ്സിനുള്ള സമയം നമ്മൾ തന്നെ കണ്ടെത്തണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് പ്രഷർ ഉണ്ടാവും, പല തരത്തിലുള്ള പ്രഷർ ഉണ്ടാവും, പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, കൊളീഗ്സ് ആയിട്ടുണ്ടാവാം, ചിലപ്പോൾ മാനേജ്മെൻ്റ് ആയിട്ടുണ്ടാവാം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ നമ്മളൊരു വീക്കെൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വീക്കെൻഡ്, അതായത് ഓഫ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കണം. അതാണ് കേട്ടോ എൻ്റെ ഒരു പോളിസി. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരുപാട് ഈ മേജർ സർജൻ മീനുകൾ ഇങ്ങനെ അടിയിൽ കിടന്നിട്ട് ഒരുപാട് ഇങ്ങനെ നല്ല ആക്ടിവിറ്റി കാണിക്കുന്ന ഒരു സമയം. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സെറ്റപ്പൊക്കെ മാറ്റി ഞാൻ എൻ്റെ അൾട്രാലൈറ്റ് റോഡ് എടുത്ത് മാറ്റി വെച്ച് ഞാൻ ഫോൾട്ട് റോഡിലേക്ക് കടന്നിട്ടാ. ഈ ഫോൾട്ട് റോഡിൽ ഫിഷിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതേപോലെ മുമ്പ് എൻ്റെ വീഡിയോയിൽ ഉണ്ട്. അപ്പോൾ ഞാൻ ഫോൾട്ട് റോഡിൻ്റെ ഫിഷിങ്ങിന് വേണ്ടിയിട്ടല്ല ആക്ച്വലി ഞാൻ വന്നത് ജസ്റ്റ് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അത് നോക്കി അത് സക്സസ് ആയി. അപ്പോൾ ബാക്കിയുള്ള സമയം എനിക്ക് ഫോൾട്ട് റോഡ് വെച്ചിട്ട് ഫിഷിങ് ചെയ്യാൻ തോന്നി. അപ്പോൾ ഞാൻ ഫോൾട്ട് റോഡിലും മീനടിക്കുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം മീനടിക്കുന്നുണ്ട് ഈ ഏരിയയിൽ. പിന്നെ നമുക്ക് ഇപ്പോൾ റോഡ് വീൽ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്കൊരു പോൾ റോഡായാലും മതി. ഇതല്ലാതെ കൈ കൊണ്ട് മീൻ പിടിക്കുന്നവരുണ്ട്. കൈ കൊണ്ട് മീൻസ് ഏറ് ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നവരുണ്ട്. നമുക്ക് ഏത് രീതിയിലായാലും മീൻ കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു മെത്തേഡ്, അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഞങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. ട്രിപ്പിൾ ഹുക്ക് കെട്ടുക, അതിൻ്റെ മേലെ ഒരു ചെറിയൊരു ഹുക്ക് കെട്ടുക, ആ ചെറിയ ഹുക്കിനകത്ത് നമ്മൾ ബ്രെഡ് നല്ലോണം പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെറിയ ഹുക്കുമ്മ മീൻ വന്ന് തട്ടുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഹുക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രിപ്പിൾ ഹുക്ക് കയറിയിട്ട് മീൻ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അതാണ് കേട്ടോ ഈ ഒരു മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത. ഇതും വളരെ ഈസി ആയിട്ട് ഒരു ബിഗിനർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിലും നമുക്കിങ്ങനെ ഒരുപാട് മീനിങ്ങനെ അടിച്ച് കയറ്റാം കേട്ടോ. ഇതും നല്ലൊരു എന്താ പറയുക, നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഉള്ളൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ കിട്ടുന്ന മീനുകൾ മുഴുവൻ തിരിച്ച് വിടുകയാണ് ചെയ്യണത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, എടാ നീ കിട്ടുന്ന മീനുകൾ നീ ഇതിനെ തിരിച്ചു വിടണം, നിനക്കത് കഴിച്ചുകൂടെ, അല്ലെങ്കിൽ നീ ഞങ്ങൾക്ക് കൊണ്ടുവന്നായോ, ഞങ്ങൾ കഴിച്ചോളാം. എൻ്റെ കമ്പനിയിലെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരുടെ അടുത്തേക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് മീനെ ഞാൻ പിടിക്കുന്ന മീനുകളെ ഞാൻ അധികം കഴിക്കാറില്ല. എനിക്കങ്ങനെ കഴിക്കണം എന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് മീൻ മേടിക്കുകയാണ് ചെയ്യുക, എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെയും എനിക്ക് കഴിക്കണം എന്നൊരാഗ്രഹത്തോടുകൂടെ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ ആ മീനെ എത്ര വലുതാണെങ്കിലും എത്ര ചെറിയ മീനാണെങ്കിലും ഞാൻ അതിനെ പിടിച്ച് സഞ്ചിയിലേക്കിടും. അതാണ് എൻ്റെ ഒരു മെൻറ്റാലിറ്റി. അപ്പം ഞാൻ കൂടുതലും ഇങ്ങനെ പിടിക്കുന്ന മീനുകളെ ക്യാച്ച് ആൻഡ് റിലീസ് ചെയ്യാറുള്ളൂ. എനിക്കെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈം, ആ മീനിൻ്റെ ആ ഫൈറ്റ്, അത് ആ മീനിൻ്റെ ഫൈറ്റും നമ്മുടെ ഒരു ഫൈറ്റും കൂടിയാകുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖം, ഒരുതരം സൈക്കോ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിങ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിതേപോലെ മീൻ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ഞാൻ അതിനെ വിട്ട് കളയാണ് ചെയ്യുക. വേറെ ഒന്നുമല്ല, നമ്മൾ ആവശ്യമില്ലാത്ത സാധനത്തിനെ വെറുതെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ട് നമ്മൾ ഫ്രിഡ്ജിലിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് അത് തൊടാണ്ട് അവിടെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് അത് കടലിൽ കൂടെ തന്നെ ഓടി നടന്നോട്ടെ. ഒന്നില്ലെങ്കിൽ മറ്റു മീനുകൾ അതിനെ അറ്റാക്ക് ചെയ്ത് കഴിക്കും, അല്ലെങ്കിൽ അത് സർവൈവ് ചെയ്ത് ജീവിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടുന്ന് തുരതുരാന്ന് മീനടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസമാട്ടോ ഇങ്ങനത്തെ ഈ പോൾ റോഡിൽ മീൻ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പോൾ റോഡിൻ്റെ ഒരു റിവ്യൂ ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ വൈഫ് തന്ന പോൾ റോഡ് ആയതുകൊണ്ട്
അതിൽ ഞാൻ മീൻ പിടിച്ച് കാണിച്ചിട്ടുണ്ട് എല്ലാവരെയും. അപ്പോൾ പോൾ റോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എപ്പോഴും നമ്മളൊരു ചൂണ്ടക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ചൂണ്ടക്കാരിയാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് പോൾ റോഡ് ഏത് സമയത്ത്. കാരണം നമുക്ക് ഇപ്പോൾ വലിയ റോഡിലാണെങ്കിലും ചിലപ്പോൾ മീൻ അടിക്കണമെന്നില്ല. ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ ലൈറ്റ് റോഡിലേക്ക് മാറും, അൾട്രാ ലൈറ്റ് ഫിഷിംഗ് സെറ്റപ്പിലേക്ക് മാറും. ആ സമയത്ത് നമുക്ക് മീൻ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പോൾ റോഡാണ്. ഈ 3 ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ഒരു മാക്സിമം ഒരു 7 ഫീറ്റ് റോഡ് കയ്യിലുണ്ടായിരിക്കണം. പിന്നെ അതുകൂടാതെ ഒരു 5 ഫീറ്റ് റോഡ് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല ബിഗിനേഴ്സിന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5 ഫീറ്റ് റോഡൊക്കെ ആണെങ്കിൽ കാസ്റ്റ് ചെയ്യാനൊക്കെ ഒത്തിരി കൂടി ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് അത്ര എക്സ്പീരിയൻസ് ആയവർക്ക് മാത്രമേ 5 ഫീറ്റ് റോഡിൽ കാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും ബെസ്റ്റ് 7 ഫീറ്റാണ്. അതിനേക്കാളും മേളിലായാലും കുഴപ്പമില്ല. പക്ഷേ മാക്സിമം ഒരു 10 ഫീറ്റ് വരെ അതിന് മേലോട്ട് പോകരുത്, അതും കാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ ശരിക്കടേ. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടില്ലേ, നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ കടലിൽ നിന്ന് മീൻ പിടിക്കുക എന്നുള്ളൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അതായത് ഇത് വെറും ബിഗിനേഴ്സിന് വേണ്ടി മാത്രമല്ല കേട്ടോ. അപ്പോൾ ഈ 2 രീതിയിലൂടെയാണ് നമ്മൾ കടലിൽ ബിഗിനേഴ്സിന് മീൻ പിടിക്കാൻ എളുപ്പം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ.